ലോകത്തിലെ ഏറ്റവും അപകടകരമായ ആയുധങ്ങളിലൊന്നാണ് ബാലിസ്റ്റിക് മിസൈലുകൾ. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന ഈ മിസൈലുകൾ ചില മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒരു രാജ്യത്തിൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്ക് എത്താം. എന്നാൽ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ രംഗത്ത് ഇന്ത്യ ഒരു വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. 2026 ജൂൺ 10-11 തീയതികളിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO ഇന്ത്യയുടെ അടുത്ത തലമുറ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സംവിധാനത്തിൻ്റെ നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. ഈ പരീക്ഷണങ്ങളിലൂടെ ഇന്ത്യക്ക് അതിവേഗം സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ ഭീഷണികളെ കണ്ടെത്താനും അവയുടെ പാത കണക്കാക്കാനും പ്രതിരോധ മിസൈലുകൾ ഉപയോഗിച്ച് തടയാനുമുള്ള ശേഷി കൈവന്നിരിക്കുകയാണ്. ഒരു ബാലിസ്റ്റിക് മിസൈൽ സാധാരണ ആയുധമല്ല. അത് 3 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആദ്യ ഘട്ടം ബൂസ്റ്റ് ഫേസ് എന്നറിയപ്പെടുന്നു. മിസൈലിൻ്റെ എഞ്ചിൻ പ്രവർത്തിച്ച് അത് അതിവേഗത്തിൽ ഉയരുന്ന ഘട്ടമാണത്. രണ്ടാമത്തേത് മിഡ് കോഴ്സ് ഫേസ് എന്നറിയപ്പെടുന്നു. മിസൈൽ അന്തരീക്ഷത്തിന് പുറത്തേക്ക് ഉയർന്ന് ദീർഘദൂര യാത്ര നടത്തുന്ന ഘട്ടം. മൂന്നാമത്തേത് ടെർമിനൽ ഫേസ് അല്ലെങ്കിൽ റീ എൻട്രി ഫേസ് എന്നറിയപ്പെടുന്നു. ലക്ഷ്യത്തിലേക്ക് തിരിച്ചിറങ്ങുന്ന അവസാന ഘട്ടമാണത്. ഈ ഘട്ടത്തിൽ മിസൈലിൻ്റെ വേഗം ശബ്ദത്തിൻ്റെ ഏകദേശം 25 മടങ്ങായി ഉയരും. ഇത്തരം മിസൈലുകളെ തടയുക എന്നത് വളരെ ദുഷ്കരമാണ്. DRDO നടത്തിയ പരീക്ഷണം ഇന്ത്യയുടെ അടുത്ത തലമുറ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസിൻ്റെ ശേഷി തെളിയിക്കുന്നതായിരുന്നു. ഈ പരീക്ഷണത്തിൽ 2 വ്യത്യസ്ത സാഹചര്യങ്ങൾ പരിശോധിച്ചു. ആദ്യത്തേത് എക്സോ അറ്റ്മോസ്ഫിയറിക് ഇൻ്റർസെപ്ഷൻ എന്നറിയപ്പെടുന്നു. അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള ഘട്ടത്തിൽ തന്നെ ഭീഷണിയെ നേരിടാനുള്ള കഴിവ്. ഇത് വളരെ ഉയർന്ന സാങ്കേതിക വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കാരണം അവിടെ വായുവിൻ്റെ പ്രതിരോധമില്ലാതെ ഭൂമിയിൽ നിന്നും വളരെ അകലത്തിൽ അതിവേഗത്തിൽ പായുന്ന ലക്ഷ്യത്തെ പിന്തുടർന്ന് കൃത്യമായി ഇൻ്റർസെപ്റ്റ് ചെയ്യണം. രണ്ടാമത്തേത് എൻഡോ അറ്റ്മോസ്ഫിയറിക് ഇൻ്റർസെപ്ഷൻ. മിസൈൽ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തിയ ശേഷമുള്ള അവസാനത്തെ പ്രതിരോധ ഘട്ടം. ഇവിടെ പ്രതികരണ സമയം വളരെ കുറവാണ്. അതിനാൽ റഡാർ മുതൽ ഇൻ്റർസെപ്റ്റർ വരെ ഓരോ ഘട്ടവും അതിവേഗത്തിലും കൃത്യതയിലും പ്രവർത്തിക്കണം. ഇന്ത്യയുടെ AD-1, AD-2 എന്നീ അടുത്ത തലമുറ ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ചുള്ള പരീക്ഷണം വിജയം നേടിയതിലൂടെ ഇന്ത്യയുടെ മൾട്ടി ലെയേർഡ് ഡിഫൻസ് ക്യാപ്പബിലിറ്റി ശക്തിപ്പെട്ടു. ലോകത്ത് അമേരിക്ക, റഷ്യ, ചൈന, ഇസ്രയേൽ തുടങ്ങിയ വളരെ കുറച്ച് രാജ്യങ്ങൾക്കാണ് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ ഭീഷണികളെ നേരിടാൻ കഴിയുന്ന ഇത്തരം സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണ വിജയം ഇന്ത്യയെ ആഗോള മിസൈൽ ഡിഫൻസ് ടെക്നോളജി രംഗത്തെ മുൻനിര രാജ്യങ്ങളുടെ കൂട്ടത്തിൽ എത്തിക്കുന്ന ഒരു പ്രധാന മുന്നേറ്റമായി വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യയുടെ ഈ നേട്ടത്തിനു പിന്നിൽ പതിറ്റാണ്ടുകളുടെ കഠിനാധ്വാനമുണ്ട്. ഇന്ത്യ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പദ്ധതിക്ക് തുടക്കമിടുന്നത് 1999 കാലഘട്ടത്തിലാണ്. ഇതിനെ ഇന്ത്യയെ പ്രേരിപ്പിച്ചതാകട്ടെ പാകിസ്ഥാന്റെ ആണവായുധ പരീക്ഷണവും ചൈനയുടെ ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതികവിദ്യയുടെ അതിവേഗത്തിലുള്ള വളർച്ചയുമാണ്. 2006 നവംബറിൽ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സാങ്കേതികവിദ്യയിൽ ഇന്ത്യ ആദ്യത്തെ വിജയകരമായ പരീക്ഷണം പൂർത്തിയാക്കി. പൃഥ്വി 2 മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. തുടർന്ന് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ഫേസ് 1-ൽ പൃഥ്വി ഡിഫൻസ് വെഹിക്കിളും അതുപോലെ അഡ്വാൻസ് എയർ ഡിഫൻസ് എന്ന AED പോലുള്ള ഇൻ്റർസെപ്റ്റർ സംവിധാനങ്ങൾ വികസിപ്പിച്ചു. 2019 ഫേസ് 1 പൂർത്തിയാക്കി. ഇപ്പോൾ ഫേസ് 2 കൂടുതൽ ദൂരപരിധിയുള്ളതും കൂടുതൽ സങ്കീർണവുമായ ഭീഷണികളെ നേരിടാനുള്ള സാങ്കേതിക ശേഷി കൈവരിച്ചു. അടുത്ത ഘട്ടം ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ഫേസ് 3-ൽ അത്യാധുനിക ADAH എന്ന ആൻറ്റി ഹൈപ്പർസോണിക് മിസൈൽ ഇൻ്റർസെപ്റ്ററുകളും ADAM എന്ന അഡ്വാൻസ് ആൻറ്റി മിസൈൽ സിസ്റ്റവും വികസന ഘട്ടത്തിലാണ്. അതുപോലെ ഈ പരീക്ഷണ പരമ്പരയിൽ തന്നെ DRDO മൂന്നാമത്തെ ഒരു മിസൈൽ പരീക്ഷണം കൂടി നടത്തിയിട്ടുണ്ട്. NASM-MR എന്നറിയപ്പെടുന്ന നേവൽ ആൻറ്റി ഷിപ്പ് മിസൈൽ മീഡിയം റേഞ്ചിൻ്റെ ആദ്യ ഫ്ലൈറ്റ് ടെസ്റ്റും വിജയകരമായി നടത്തി. ഇത് ഇന്ത്യൻ നാവികസേനയുടെ മാരിടൈം സ്ട്രൈക്ക് ക്യാപ്പബിലിറ്റി ശക്തിപ്പെടുത്താനുള്ള മറ്റൊരു ചുവടുവയ്പ്പാണ്. ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ അതിർത്തികളിൽ മാത്രം തീരുമാനിക്കപ്പെടുന്നില്ല. ആകാശത്തെയും ബഹിരാകാശത്തെയും സാങ്കേതിക സംവിധാനങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവിലാണ് ഭാവിയുടെ ശക്തി. DRDOയുടെ ഈ പരീക്ഷണം ഒരു മിസൈൽ തടഞ്ഞ പരീക്ഷണം മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ ശാസ്ത്രശേഷി, സ്വയം പര്യാപ്തത, തന്ത്രപ്രധാന പ്രതിരോധശേഷി എന്നിവയുടെ ഒരു പ്രഖ്യാപനമാണ്. ഇതൊരു പ്രതിരോധ സംവിധാനത്തിൻ്റെ കഥയല്ല, ഒരു ഉയർന്നു വരുന്ന ശക്തിയുടെ കഥയാണ്.